മൂന്നാം വഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിത്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. സാമൂഹിക സുരക്ഷാ പെൻഷന് കുറഞ്ഞ നിരക്കിൽ പണലഭ്യത ഉറപ്പാക്കാൻ കേരള ബാങ്ക് തീരുമാനിച്ചു. ഇതുപ്രകാരം സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനിയിൽ നിക്ഷേപം നടത്താൻ പ്രാഥമിക കാർഷിക വായ്പ സഹകരണ സംഘങ്ങൾക്കും മറ്റ് സംഘങ്ങൾക്കും 6% പലിശയ്ക്ക് നിക്ഷേപ വായ്പയും ഓവർ ഡ്രാഫ്റ്റും അനുവദിക്കും. സർക്കാരുമായുള്ള ചർച്ചയിൽ സാമൂഹിക സുരക്ഷാ പെൻഷന് ഫണ്ട് പൂൾ ചെയ്യാനും ഇതിനായി കുറഞ്ഞ നിരക്കിൽ ഫണ്ട് ലഭ്യമാക്കാനും ധാരണയായിരുന്നു. ഇതേ തുടർന്നാണ് നിലവിലുള്ള 2% നിന്ന് 6% പലിശ കുറയ്ക്കാൻ തീരുമാനിച്ചത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ ലിമിറ്റഡിലേക്ക് ഫണ്ട് നൽകുന്ന പ്രാഥമിക സംഘങ്ങൾക്ക് മാത്രമായിരിക്കും നിരക്കിളവ്. അതും ഫണ്ട് പൂളിംഗ് നടത്തുന്ന കാലത്തേക്ക് മാത്രം. ഫണ്ട് പൂളിംഗ് ഇല്ലാത്ത മറ്റൊന്നിനും ഇത് കിട്ടില്ല. സംഘത്തിന്റെ അപേക്ഷയും സ്ഥിര നിക്ഷേപ രേഖകളും കിട്ടിയാൽ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് യഥാസമയം നിക്ഷേപ വായ്പയോ ഓഡിയോ ലഭ്യമാക്കുന്ന കാര്യം അതത് വായ്പാ പ്രോസസ്സിംഗ് കേന്ദ്രം തലവന്മാർ ഉറപ്പാക്കണം. ഫണ്ട് പൂളിംഗ് വൈകാതിരിക്കാനാണിത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ കാര്യത്തിനു മാത്രമേ നിരക്കിളവ് അനുവദിക്കപ്പെടുന്നുള്ളൂ എന്ന് ഉറപ്പാക്കേണ്ടതും വായ്പാ പ്രോസസ്സിംഗ് കേന്ദ്രം തലവന്മാരാണ്. കേരള ബാങ്ക് ചീഫ് ജനറൽ മാനേജർ അതിനുള്ള നിർദ്ദേശം എല്ലാ റീജിയണൽ മാനേജർമാർക്കും പ്രോസസ്സിംഗ് കേന്ദ്രം തലവന്മാർക്കും ശാഖാ മാനേജർമാർക്കും നൽകി. ദേശീയ കാർഷിക ഗ്രാമവികസന ബാങ്ക് അഥവാ നബാർഡ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ഹരിത ബോണ്ടുകളും വഴി 10,000 കോടി രൂപ സമാഹരിക്കും. നബാർഡ് ചെയർമാൻ KV ഷാജി അറിയിച്ചതാണിത്. അഗ്നിഷുവർ ഫണ്ട് പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ ANAയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം പ്രതികൂല കാലാവസ്ഥയോടുള്ള പ്രതിരോധവും ലക്ഷ്യമിട്ടുള്ളതായിരിക്കും ഹരിത ബോണ്ടുകൾ. 10 വർഷമായിരിക്കും കാലാവധി. കഴിഞ്ഞ വർഷം സാമൂഹിക ഫലക്ഷമതാ ബോണ്ടുകളിലൂടെ നബാർഡ് 1040.50 കോടി രൂപ സമാഹരിച്ചിരുന്നു. AAA റേറ്റിംഗ് ഉള്ളതും ഇന്ത്യൻ രൂപയിലുള്ളതുമായ ഈ ബോണ്ടുകളുടെ പ്രതീക്ഷിത വരുമാന നിരക്ക് 7.63%. നബാർഡ് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയവുമായി ചേർന്ന് നടപ്പാക്കുന്ന 750 കോടി രൂപയുടെ പദ്ധതിയാണ് അഗ്നിഷുവർ ഫണ്ട്. കാർഷിക രംഗത്തേക്ക് യുവാക്കളെ ആകർഷിച്ച് കാർഷിക സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം ഊർജ്ജസ്വലമാക്കലാണ് ലക്ഷ്യം. കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇതിന്റെയും കൃഷി നിവേശ് പോർട്ടലിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിളവെടുപ്പ് അനന്തര നഷ്ടങ്ങൾ കുറയ്ക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഫണ്ടിന്റെ സഹായം ലഭിക്കും. 300 കോടി രൂപ സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിക്കും. ബാക്കി 450 കോടി കൃഷിയിലും അനുബന്ധ മേഖലകളിലുമുള്ള സംരംഭക നിക്ഷേപകരെ സഹായിക്കാൻ ചെലവാക്കും. നബാർഡും കൃഷി കുടുംബക്ഷേമ മന്ത്രാലയവും 250 കോടി രൂപ വീതമാണ് ഫണ്ടിൽ നിക്ഷേപിക്കുക. ബാക്കി ബാങ്കുകളിലും ഇൻഷുറൻസ് കമ്പനികളിലും സ്വകാര്യ നിക്ഷേപകരിലും നിന്ന് സമാഹരിക്കും. നബാർഡിന്റെ ഉപകമ്പനിയായ നാബ് വെഞ്ചേഴ്സ് ആണ് അഗ്നിഷുവർ കൈകാര്യം ചെയ്യുക. 10 കൊല്ലത്തേക്കാണ് പദ്ധതി. ആവശ്യമെങ്കിൽ 2 കൊല്ലം കൂടി നീട്ടും. സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങൾ, സംസ്കരണശാലകൾ എന്നിവയിൽ നിക്ഷേപം നടത്തുക വഴി വിളവെടുപ്പനന്തര നഷ്ടം കുറയ്ക്കുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും പ്രാദേശിക ഗ്രാമവികസന സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യാനാവും. 5 വർഷത്തിനകം 8 മുതൽ 10 വരെ കോടി രൂപ മുതൽ മുടക്കാനുള്ള 80-നും 100-നും ഇടയിൽ കാർഷിക സ്റ്റാർട്ടപ്പുകൾക്കുള്ള സഹായം നൽകാൻ നബാർഡ് ധനസഹായം നൽകുമെന്ന് ഷാജി പറഞ്ഞു. സൈബർ ആക്രമണങ്ങളോട് ഉടൻ പ്രതികരിക്കാൻ 5000 സൈബർ കമാൻഡോകളെ 5 വർഷത്തിനകം സജ്ജരാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. ഉയർന്ന പരിശീലനം സിദ്ധിച്ച പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും ഇവർ. ഇന്ത്യൻ സൈബർ കുറ്റകൃത്യാന്വേഷണ ഏകോപന കേന്ദ്രത്തിന്റെ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംശയാസ്പദ കാര്യങ്ങളുടെ നിരീക്ഷണത്തിനുള്ള രജിസ്ട്രി മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും സൈബർ തട്ടിപ്പ് ലഘൂകരണ കേന്ദ്രം രാജ്യത്തിന് സമർപ്പിക്കുകയും സമന്വയ പ്ലാറ്റ്ഫോമിന് തുടക്കമിടുകയും ചെയ്തു. ദേശീയ സുരക്ഷയുടെ ഭാഗമാണ് സൈബർ സുരക്ഷ. സൈബർ സുരക്ഷ ഉറപ്പാക്കാതെ രാജ്യത്തിന്റെ വളർച്ച ഉറപ്പാക്കാനാവില്ലെന്ന് ഷാ പറഞ്ഞു. സൈബർ കുറ്റകൃത്യങ്ങളിലും ഓൺലൈൻ തട്ടിപ്പുകളിലും പങ്കുള്ളവരുടെ വിവരങ്ങൾ ഒരിടത്ത് കേന്ദ്രീകരിച്ച് സൂക്ഷിക്കുന്ന സംവിധാനമാണ് സംശയാസ്പദ കാര്യ രജിസ്ട്രി. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ഇത് പ്രാപ്യമായിരിക്കും. ദേശീയ സൈബർ കുറ്റകൃത്യ റിപ്പോർട്ടിംഗ് പോർട്ടലിനെ അടിസ്ഥാനമാക്കിയാണ് രജിസ്ട്രി രൂപീകരിച്ചിട്ടുള്ളത്. ബാങ്കുകളും മറ്റു ധനകാര്യ ഇടപെടൽ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ഇത് സജ്ജമാക്കിയത്. സാമ്പത്തിക സംവിധാനത്തിലെ തട്ടിപ്പ് നിയന്ത്രണം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം.
കൂട്ടായ സൈബർ കുറ്റകൃത്യാന്വേഷണ സഹായ സംവിധാനമാണ് സമന്വയ പ്ലാറ്റ്ഫോം. വെബ് അധിഷ്ഠിതമാണ് ഈ മൊഡ്യൂൾ. സൈബർ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച ഡാറ്റ ഡെപ്പോസിറ്ററിയായും രാജ്യത്തെങ്ങുമുള്ള നിയമപരിപാലന ഏജൻസികൾക്കും വിവരം പങ്കുവയ്ക്കാനും കുറ്റകൃത്യ മാപ്പിംഗിനും വിവര വിശകലനത്തിനും സഹകരണത്തിനും ഏകോപനത്തിനുമുള്ള ഏകജാലക പോർട്ടലായും ഇത് പ്രവർത്തിക്കും. തിരുവനന്തപുരത്തെ കാർഷിക സഹകരണ സ്റ്റാഫ് പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് സെപ്റ്റംബർ 23 മുതൽ 28 വരെ ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് എന്ന വിഷയത്തിൽ പരിശീലനം നൽകും. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലെയും ബാങ്കുകളിലെയും സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ശാഖാ മാനേജർ, ആഭ്യന്തര ഓഡിറ്റർ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനും ഇൻക്രിമെന്റിനും പ്രയോജനപ്പെടുന്ന പരിശീലനമാണിത്. അന്താരാഷ്ട്ര സഹകരണ സഖ്യത്തിന്റെ പൊതുസഭയും ആഗോള സമ്മേളനവും നവംബർ 25 മുതൽ 30 വരെ ഡൽഹിയിൽ നടക്കും. ആദ്യമായാണ് ഇന്ത്യ ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിട്ടുണ്ട്. 100-ൽ പരം രാജ്യങ്ങളിൽ നിന്നായി 1000-ൽ പരം വിശിഷ്ടാതിഥികൾ പങ്കെടുക്കും. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ ശബ്ദമായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് അന്താരാഷ്ട്ര സഹകരണ സഖ്യം. പുതിയ ദേശീയ സഹകരണ നയം 3 മാസത്തിനകം പ്രഖ്യാപിക്കും. സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന ലക്ഷ്യത്തോടെ സഹകരണത്തെ സാമ്പത്തിക വികസന മാതൃകയായി അവതരിപ്പിക്കുന്നതും സഹകരണ പ്രസ്ഥാനത്തെ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതുമായിരിക്കും നയം. കേന്ദ്ര സഹകരണ സെക്രട്ടറി ആശിഷ് കുമാർ ഭൂട്ടാനി അറിയിച്ചതാണിത്. മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭുവിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം ബന്ധപ്പെട്ടവരുടെയൊക്കെ ചർച്ച നടത്തി നയത്തിന്റെ കരട് തയ്യാറാക്കി. അന്തിമ രൂപം നൽകാനുള്ള ചർച്ചകളാണിപ്പോൾ നടക്കുന്നത്. 2025 ഫെബ്രുവരിയോടെ 65,000 പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ കമ്പ്യൂട്ടർവൽക്കരണം പൂർത്തിയാക്കുമെന്നും ഭൂട്ടാനി അറിയിച്ചു. സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 8.33 മുതൽ 20 വരെ % ബോണസ് അനുവദിക്കാവുന്ന വിധം 2023-24 ബോണസ് നിബന്ധനകൾ സഹകരണ സംഘം രജിസ്ട്രാർ പുറപ്പെടുവിച്ചു. എല്ലാ സംഘവും ലാഭനഷ്ടം നോക്കാതെ മൊത്ത വാർഷിക വേതനത്തിന്റെ 8.33%, മാസവേതനം പരമാവധി 7,000 രൂപ എന്നു കണക്കാക്കി ബോണസ് നൽകണം. സഹകരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ളതും ഉൽപാദന മേഖലയുമായി ബന്ധപ്പെടാത്ത സഹകരണ സ്ഥാപനങ്ങളിലെ ശമ്പള നിരക്ക് ഓപ്റ്റ് ചെയ്തവരുമായ പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാരും നീതി സ്റ്റോർ, നീതി മെഡിക്കൽ സ്റ്റോർ എന്നിവിടങ്ങളിലെ റെഗുലർ തസ്തികയിലുള്ളവരും അടക്കമുള്ളവർക്ക് സർക്കുലർ 22/2024 പ്രകാരമുള്ള ബോണസ് നിബന്ധനകൾ ബാധകമാണ്. 2023-24 ബോണസ് നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്ര സംഖ്യ വിഭജിക്കാവുന്ന മിച്ചമുള്ള സംഘങ്ങൾക്ക് 7,000 രൂപ വരെ മാസവേതനമുള്ള ജീവനക്കാർക്ക് വാർഷിക വേതനത്തിന്റെ 20% കൂടാത്ത തുക ബോണസ് നൽകാം. 7,000 രൂപയ്ക്കു മേൽ മാസവരുമാനമുള്ളവർക്ക് മാസവേതനം 7,000 രൂപ എന്ന് കണക്കാക്കി അതിന്റെ 20% കൂടാത്ത തുക ബോണസ് നൽകാം. ബോണസ് വിഭജിക്കാവുന്ന മിച്ചത്തേക്കാൾ കൂടരുത്. വിഭജിക്കാവുന്ന മിച്ചമില്ലെങ്കിലും 2023-24 എല്ലാ നിയമാനുസൃത റിസർവുകൾക്കു ശേഷം അറ്റലാഭമുണ്ടെങ്കിൽ അതിന്റെ 40% കൂടാത്ത തുക ബോണസിന് വിനിയോഗിക്കാം. 7,000 രൂപ പരിധിയുടെയും 20% പരിധിയുടെയും നിബന്ധനകൾ ഇവിടെയും ബാധകമാണ്. നിക്ഷേപ വായ്പാ കളക്ഷൻ ജീവനക്കാർക്ക് കമ്മീഷനിൽ നിന്ന് പ്രതിമാസ ശമ്പള പരിധിയായി 5,000 രൂപ നിശ്ചയിച്ച് അതിന് ആനുപാതികമായി നേരത്തെ പറഞ്ഞ നിബന്ധനകൾ പ്രകാരം ബോണസ് നൽകാം. ഇതുതന്നെയാണ് കമ്മീഷൻ വ്യവസ്ഥയിലുള്ള അപ്രൈസർമാരുടെ ബോണസ് കാര്യവും. നിബന്ധനകൾ പ്രകാരമുള്ളതല്ലാതെ ഒരു തുകയും ബോണസായോ മറ്റെന്തെങ്കിലും പേരിലായോ അധികം നൽകരുത്. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി 3-ാം വഴി online@gmail.com എന്ന മെയിൽ ID യിലേക്കോ 6238500515 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക.